ഇതൊരു റീയൂസ് ഐഡിയ ആണ് കേട്ടോ. നമ്മുടെ പഴയ ഹെയർ ക്ലിപ്പൊക്കെ നമുക്ക് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം. ദേ ഇതിനെടുത്തിരിക്കുന്നത് 2 ഐറ്റം സീക്വൻസ് ആണ്. സീക്വൻസ് ഇപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ടും ഇതുപോലെ ഇങ്ങനെ ഹാറ്റ് ടൈപ്പ് ഒത്തിരി നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട് പലരുടെയും കയ്യിൽ. ഇതങ്ങനെയുള്ള ഒരു പഴയതാണ്. അതിലിരിക്കുന്ന പുറത്തുള്ള സീക്വൻസ് പോലത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ ഇളകി അതിൻ്റെ ഭംഗിയൊക്കെ പോയി. അപ്പോൾ അതിനെല്ലാം ഇങ്ങനെ അതിനെല്ലാം റിമൂവ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ടാസ്ക് ആയിരുന്നത്. അതെല്ലാം റിമൂവ് ചെയ്ത് മാറ്റി. അതിന് ശേഷം അതിൻ്റെ പുറകിലിരുന്ന ഹെയർ ക്ലിപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി. ഇനി ഇതിലേക്ക്, കാരണം അത് ഒരു രസമുണ്ട്, അപ്പോൾ അതിനൊന്ന് എങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയത്. പക്ഷേ ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. 2 ഐറ്റം സീക്വൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഐറ്റം. അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഞാൻ ആ ഹാറ്റിൻ്റെ മേൽഭാഗത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഗ്ലിറ്റർ പൗഡറിലും ഉപയോഗിക്കാം കേട്ടോ. ഗ്ലിറ്റർ കൊടുത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബീഡ്സ് മാത്രം വെച്ച് ഒരു സൈഡിൽ കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. നിങ്ങൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാനത് മേൽ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഞാനിത് എൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഫുൾ ഇട്ട് കൊടുക്കും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ കുഞ്ഞ് സീക്വൻസ് ആകുമ്പോൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നോളും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടോ? ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എവിടെയാണ് ആവശ്യം ആ സൈഡ് മാത്രം, ആ പോർഷൻ മാത്രം. അതിനുശേഷം അതിലേക്ക് ഇതുപോലെ ഞാൻ തട്ടി കൊടുത്തു. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ പ്രസ്സായി അങ്ങ് ഇരുന്നോളും. അതിങ്ങനെ ഇളകി വരത്തില്ല പിന്നെ, കാരണം ഫുൾ ഗ്ലൂ അല്ലേ. ബാലൻസ് നമ്മൾ തട്ടിയെടുത്താൽ മതി. പിന്നെ ഫില്ലാവാത്ത ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെയെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്യാൻ വേണ്ടി അവിടെ കുറച്ച് സീക്വൻസ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ പറയുക, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. ഉണ്ടല്ലോ. അപ്പോൾ ആയിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിനെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്ത് സൈഡിലേക്ക്, ബാക്കി സൈഡിലുള്ള അത് ഞാൻ വേറൊരു ഐറ്റം സീക്വൻസാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും ആ സീക്വൻസ്. അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് സീക്വൻസ്. കാരണം അതിങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നതാണ് എടുത്ത്. അങ്ങനെ ഒട്ടിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട, കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം സീക്വൻസ് എടുത്ത് ഓരോന്നോരോന്നായിട്ട് നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് വെക്കുക. കണ്ടോ? അതിങ്ങനെ കുറച്ചിങ്ങനെ, കാരണം അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളുള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ തിരിച്ചിളകി വരും. അതുകൊണ്ട് അതൊന്ന് വയ്ക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൈ കൊണ്ട് എടുത്ത് വെച്ച് കൊടുത്താലും മതി. പെട്ടെന്ന് നമുക്ക് അങ്ങ് എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കതങ്ങ് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് ആ ഒരു നമ്മുടെ അടുത്ത സ്റ്റെപ്പില്ലേ, ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ കുറച്ച് ഒട്ടിച്ചതിന് ശേഷം അതിനെ കൈകൊണ്ട് നന്നായിട്ടൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കാരണം അതൊന്ന് ഇളകി വരാതെയൊക്കെ ചെയ്യാനായിട്ട്. ഇനി ഇതിന് പകരം ഒന്നിൻ്റെ സീക്വൻസ് കൊടുത്തിട്ട് താഴെ നമ്മൾ കുറച്ച് ബീഡ്സും സ്റ്റോൺ ചെയിനൊക്കെ കൊടുത്താലും അതും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനതും കംപ്ലീറ്റ് അങ്ങ് ഒട്ടിച്ചെടുത്തു. ഇനി ആ രണ്ട് സീക്വൻസ് കൊടുത്തതിൻ്റെ സെൻറ്റർ, ആ ഒരു ഗ്യാപ്പിലേക്ക്, ആ ഒരു ഇടയിലേക്ക്, അവിടെ ഗ്യാപ്പില്ല, ആ ഒരു സൈഡിലേക്ക് ഞാനൊന്ന് സ്റ്റോൺ ചെയിൻ കൊണ്ട് അവിടെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ കേട്ടോ. ഒന്ന് സ്റ്റോൺ ചെയിൻ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ആ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് എടുത്ത് വയ്ക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് സ്റ്റോൺ ചെയിൻ അല്ല എങ്കിൽ അവിടെ വെറുതെ ഒരു സെയിം കളറോ അല്ലെങ്കിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു നമ്മുടെ സാറ്റിൻ റിബൺ ഉണ്ടെങ്കിലും കൊടുത്ത് ഒരു ബോ പോലെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ, നമ്മുടെ കയ്യിലുള്ള അക്സസറി വെച്ചിട്ട് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് അങ്ങ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നോക്കുക, റീയൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്തൊന്ന് ഡ്രൈ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിതങ്ങ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞെന്ന് പറയാം. ഇനി അടുത്തെന്ന് പറയുന്നത്, ഇതിന് ഞാൻ സൈഡൊന്ന് കുറച്ചുകൂടെ ഒന്ന് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യുന്നു. അപ്പോൾ 2-3 ഘട്ടമായിട്ടാണ് അങ്ങ് ചെയ്തത്. പക്ഷേ ഒത്തിരി സമയം, നിങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, അങ്ങനെ ഒത്തിരി സമയം അങ്ങനെയൊന്നും എടുക്കത്തില്ല. ഇത് നമ്മുടെ ഓർഗാൻസയുടെ റിബണാണ്. ഈ റിബൺ ഒന്ന് ജസ്റ്റ് ഒന്ന് കോർത്ത് എടുക്കുക. ഇതുപോലെ കുറച്ച് എന്താ പറയുക, ഒന്ന് ചുരുക്കിട്ട് അങ്ങ് കോർക്കുക. നിങ്ങൾക്ക് ഒത്തിരി പ്ലേറ്റ് വേണമെങ്കിലോ, കാരണം ഇതൊന്ന് റൗണ്ട് ചെയ്ത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഒന്ന് കോർത്തെടുക്കുക. ഒത്തിരി പ്ലേറ്റ് ഒത്തിരി ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ
എടുക്കുക. അത് കോർത്തെടുക്കാനുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കോർത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടിച്ചാൽ മാത്രം മതി. നമ്മളവിടെ സ്റ്റിച്ച് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞ് കിട്ടും. നമ്മുടെ സാധാ ഗ്ലൂ വെച്ചിട്ട് നമുക്കിതൊക്കെ പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടല്ലോ. ഇതൊന്ന് ചുരുക്കിട്ട് ഇതുപോലെ ചുരുക്കിട്ടെടുത്തു. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ഇതിന് അവസാനം ടൈ ചെയ്തെടുക്കണ്ടേ കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചുരുക്കിട്ട് എടുത്തതിന് ശേഷം ആ ഒരു നീളം ലെങ്ത് നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ അതിങ്ങനെ ഫുൾ ടൈറ്റായിട്ട് അവസാനം ചെയ്തിട്ട് ടൈ ചെയ്തെടുക്കണ്ട. ജസ്റ്റ് നമുക്ക് ഒട്ടിച്ചാണ് എടുക്കേണ്ടത്. അല്ലായെങ്കിൽ നിങ്ങൾക്കിനി ഇത് ടൈ ചെയ്തിട്ട് ബാക്കിൽ അറ്റാച്ച്മെൻറ്റ് ചെയ്താലും അങ്ങനെ ആയാലും മതിയാവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഇതുപോലെ എടുത്തു വെച്ചതിന് ശേഷം എൻ്റെ പുറകിലേക്ക് കണ്ടോ ഒന്ന് ജസ്റ്റ് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതുപോലെ ഒട്ടിച്ചൊട്ടിച്ചിടാൻ കൊടുത്താൽ മാത്രം മതി. നമുക്കത് ഒട്ടിച്ചു കൊടുക്കാനുള്ള വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല കേട്ടോ. ഇത് നമ്മളുടെ ഞാൻ പറയല്ലോ B7000 ഗ്ലൂ ഉണ്ടെങ്കിൽ അത് മതി. അതിൽ നല്ല പേസ്റ്റ് ആയിരുന്നോളും. എന്നിട്ട് ബാലൻസ് വരുന്നത് നമ്മൾ അത്രയും ചെയ്ത് നിർത്തുമ്പോൾ അവിടെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ ബാലൻസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഞാൻ ചെയ്തതിൽ കുറച്ചൊരു ബാലൻസ് വന്ന് അതിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് രണ്ടും ഒരുമിച്ചങ്ങ് ചേർത്തങ്ങ് പേസ്റ്റ് ചെയ്തങ്ങ് നിർത്തുക. കണ്ടില്ലേ, ഇതുപോലെ ഗ്യാപ്പ് വരും. അതിനെന്ത് ചെയ്യുക, അവിടെ കുറച്ച് ഗ്ലൂ കൊടുത്ത് അതിനെ പേസ്റ്റ് ചെയ്ത് അങ്ങ് ഒട്ടിച്ചങ്ങ് നിർത്തണം കേട്ടോ, അല്ലെങ്കിൽ അത് ഇളകി വരും. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിൽക്കും. ഇനി അടുത്തെന്ന് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആ പുറകിൽ നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചില്ലേ അതിനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അതൊന്ന് ഇളകി വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു സർക്കിൾ ഷേപ്പിൽ നമ്മൾ ഫെൽറ്റ് ഷീറ്റ് വൈറ്റ് പല കളറിലുണ്ട്. ഞാൻ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് നന്നായിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യുക, സെൻറ്ററിലേക്ക് അവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒട്ടിച്ച ആ പുറകിൽ പേസ്റ്റ് ചെയ്തില്ലേ അതെല്ലാം ഇതിനകത്തങ്ങ് കവറായി വരത്തക്ക രീതിയിൽ ഇത് ചെയ്യുക. അഥവാ പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂ ഒക്കെ കൊടുത്ത് തന്നെ നല്ല നീറ്റായിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കുക. കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല നീറ്റായിട്ട്, അതൊരു പഴയ ഹെയർ ക്ലിപ്പാണെന്നൊന്നും പറയത്തില്ല. ഒരു പഴയ ഫ്രെയിമിലാണ് നമ്മളിത് ചെയ്തത്. കണ്ടില്ലേ, ആ പുറത്തേക്ക് നിൽക്കുന്നതെല്ലാം നന്നായിട്ട് ഗ്ലൂ ഒക്കെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് അകത്തേക്കാക്കി നല്ല നീറ്റാക്കി വെക്കുക. കണ്ടില്ലേ, അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയി. ഇത് കണ്ടാൽ പറയത്തില്ലല്ലോ. ഇനി ഞാൻ ആ മേളിൽ ഹാറ്റിൽ ഒരു ചെറിയൊരു ഫ്ലവർ കൊടുക്കുന്നുണ്ട്. ഒരു പാച്ചസ് ആണ് കേട്ടോ, ഒരു യെല്ലോയും ഗ്രീനും ആയിട്ടുള്ളത്. അത് കൊടുത്തു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് ഗ്ലൂ വെച്ചതിന് ശേഷം ഗ്ലൂ കൊടുത്തതിന് ശേഷം ഗ്യാപ്പിട്ട് അത് നമുക്ക് നിറച്ച് വേണമെങ്കിൽ നിറച്ച് കൊടുക്കാം. ഞാൻ ഗ്യാപ്പിലാണ് കൊടുത്തത്. നമ്മളെ വൈറ്റ് ബീഡെടുത്ത് അവിടെ ഞാനിങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വെച്ചാൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ മതി. നിങ്ങൾക്കിനി കുറച്ച് എന്താ പറയുക, ഇതിന് പകരം സ്റ്റോൺസ് വേണമെങ്കിലും സ്റ്റോൺസ് കൊടുക്കാം. സ്റ്റോൺസ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ. ഞാനിപ്പോൾ ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റോൺസും കൊടുക്കാം നമുക്ക്. അത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം പുറകെ നമ്മൾ ഹെയർ ക്ലിപ്പാണ് വേണ്ടത്, ഹെയർ ക്ലിപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ ഹെയർ ബാൻഡ് വേണമെങ്കിൽ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്യുക. നമുക്കിത് ഏതിലാണ് ആവശ്യം നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വേണമെങ്കിൽ റബ്ബർ ബാൻഡ് കൊടുക്കാം. എന്താണ് വേണമെന്ന് ഞാൻ അവിടെ ഹെയർ ക്ലിപ്പാണ്, അലിഗേറ്റർ ക്ലിപ്പാണ് ബാക്കിൽ കൊടുത്തത്. നമുക്ക് ഹെയർ ബാൻഡ് വേണമെങ്കിൽ ഹെയർ ബാൻഡിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്തിൽ വേണം നമുക്കിത് ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഏതിൽ വേണം അറ്റാച്ച് ചെയ്യാം. ഇത് സിമ്പിളായിട്ടൊരു ഹെയർ ക്ലിപ്പാണ് ചെയ്തത്. നമ്മുടെ B7000 ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിലേക്ക് ഹെയർ ക്ലിപ്പ് ഫിക്സ് ചെയ്തു, അലിഗേറ്റർ ക്ലിപ്പ് ഫിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.